നമസ്കാരം. എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വായിക്കുവാൻ പോകുന്ന കഥയുടെ പേര് പ്രതിമകൾ. എൻ്റെ ഭാവനയ്ക്കനുസൃതമായി ഞാൻ എഴുതിയ ഒരു സാങ്കല്പിക കഥ കൂടിയാണ്. നിങ്ങൾ പിന്നെ അവിടേക്ക് പോയല്ലേ മനുഷ്യ? നിങ്ങൾക്ക് നാണയില്ലേ? ഇത്രയും പ്രായമായിട്ടും പിള്ളേരെ കെട്ടിക്കാറായല്ലോ. ജോഷിയുടെ മുഖത്ത് നോക്കി ഷർട്ടിൻ്റെ പോക്കറ്റ് വിടർത്തി കാണിച്ച് ചോദിക്കുകയായിരുന്നു ഒരിക്കൽ സ്നേഹമയിയായിരുന്ന തൻ്റെ ഭാര്യ. ഒരിക്കൽ എന്ന് പറയുമ്പോൾ അത് ഭൂതകാലത്തിന് അവകാശം സ്ഥാപിക്കുവാനുള്ളതല്ലേ? കഴിഞ്ഞു പോയതൊക്കെയും ഭൂതകാലത്തിൻ്റെ വലയത്തിൽ വട്ടമിട്ട് കറങ്ങുകയാവും. ഭാര്യയുടെ സ്നേഹവും അങ്ങനെ ഒരു ഭൂതകാല വലയത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. അതിനിപ്പുറത്തെ ജീവിതത്തിലേക്ക് അവയ്ക്ക് സങ്കോചമാണ്. ഇപ്പോൾ സ്നേഹം ഇല്ലെന്നല്ല, സ്നേഹിക്കാനുള്ള അർഹതകൾ നഷ്ടപ്പെടുമ്പോൾ ഈ സ്നേഹം വെറും പ്രകടനം മാത്രമായി, അതൊരു ബാധ്യതയും കടമയും മാത്രമായി ചുരുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചുരുങ്ങിയ മുഖവുമായി ശ്രീവിദ്യ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ 2 കഴിഞ്ഞു. അവളെ തെറ്റു പറഞ്ഞിട്ടും കാര്യമില്ല. തെറ്റു തിരുത്താനുള്ള തൻ്റെ അലംഭാവം നിറഞ്ഞ മനസ്സാണ് അവളുടെ തെറ്റിനെ സൃഷ്ടിച്ചത്. അവളുടെ ഇന്നത്തെ മനോഭാവത്തിൻ്റെ സൃഷ്ടിദാതാവ് താൻ തന്നെ. ശ്രീവിദ്യയുടെ അമർഷം ഈയമൊരുക്കിയൊഴിച്ച തിളപ്പോടെയാണ് ജോഷി പിടഞ്ഞെണീറ്റത്. ഉറക്കം പോലും നഷ്ടപ്പെട്ട രാത്രികളോട് ഏറ്റുപറഞ്ഞു കിടന്നു. വെളുപ്പാൻ കാലമാവുമ്പോൾ തഴുകിയെത്തുന്ന ഉറക്കത്തിൻ്റെ പരമനിർവൃതിയിൽ ആയിരിക്കുമ്പോഴാണ് പിള്ളേരുടെ ബഹളമോ ശ്രീവിദ്യയുടെ അലർച്ചയോ കേട്ട് അയാൾ ഉറക്കം വെടിയുന്നത്. അതുവരെ അയാൾ ഒന്നും അറിയാതെ ഉറങ്ങുകയാവും. എപ്പോഴോ ഉറക്കം കിട്ടുന്ന അതിവെളുപ്പാൻ കാലങ്ങളുടെ ദൈർഘ്യം പ്രകൃതി തനിക്ക് വേണ്ടി ഒന്ന് നീട്ടിത്തന്നിരുന്നുവെങ്കിൽ എന്നയാൾ ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങൾ. അപ്പോഴാണ് അയാൾ ഒന്നും അറിയാതെ ഉറങ്ങുന്നത്. കീശയിൽ നിന്നും എടുത്തു കാണിച്ച ഒരേ സൂപ്പർ മാർക്കറ്റിലെ ഒരേ തരം സാധനങ്ങളുടെ 2 തരം ബില്ലിലാണ് അന്നത്തെ ദിവസത്തെ വഴക്കിൻ്റെ കാരണങ്ങൾ മുളപൊട്ടിയത്. ശ്രീവിദ്യ അരിശത്തോടെ ജോഷിയെ നോക്കി. ഇതൊക്കെ നിങ്ങൾ ഇന്നലെ അവൾക്ക് വാങ്ങിക്കൊണ്ടു പോയ സാധനങ്ങളല്ലേ? നാണമുണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങൾ മോളുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്തത്, വാക്ക് പറഞ്ഞത്, ഇനി ഒരിക്കലും അങ്ങോട്ട് പോവില്ലെന്ന്? എന്നിട്ട് ഇതെന്താ? ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? എന്നെ അധികകാലം പൊട്ടിയാക്കാൻ നോക്കണ്ട. ശ്രീവിദ്യയുടെ സ്വരം ഉച്ചഭാഷിണി പോലെ അകന്നകന്നുപോയി. അടുക്കളയിൽ ചെന്നു അവൾ ഓരോന്നും പറയുന്നുണ്ടായിരുന്നു. ഒരക്ഷരം പോലും മിണ്ടാൻ വയ്യാതെ ജോഷി ഒറ്റയിരുപ്പായിരുന്നു. തൻ്റേത് വല്ലാത്തൊരു തരം മാനസികാവസ്ഥ തന്നെ. സ്വസ്ഥമായി ഒന്ന് ശ്വസിക്കുവാൻ പോലും കഴിയുന്നില്ല. ചെകുത്താനും ചെങ്കടലിൽ നടുക്കപ്പെട്ട ദയനീയമായൊരവസ്ഥ. ചെങ്കടലിൽ ചെന്ന് പതിച്ചാലും കുഴപ്പമില്ല, അതിൻ്റെ ന്യായം എത്ര പറഞ്ഞാലും തീരില്ല. പക്ഷേ ചെകുത്താനായ കാമുകി അയാളെ കടിച്ചു കുടയാൻ തുടങ്ങിയിട്ട് ആളുകൾ കുറേ ആയിരിക്കുന്നു. ജീവിതത്തിൻ്റെ ചിലവ് കണക്ക് പുസ്തകം ഇപ്പോൾ ഭാഗിച്ചു വച്ചിരിക്കുന്നു. ഒരു വശത്ത് ഒരു അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും പങ്കുവഹിക്കുന്ന ജീവിതത്തിൻ്റെ ബഡ്ജറ്റ് രേഖപ്പെടുത്തുന്നു. മറുവശം രഹസ്യക്കാരൻ്റെ മുഖം സംരക്ഷിക്കുവാനുള്ള പിഴച്ചുപോയ കണക്കിൻ്റെ രേഖാപുസ്തകം. ആ പുസ്തകത്തിലേക്കുള്ള ഒരാഴ്ചയിലെ പലചരക്കിൻ്റെ കണക്ക് കണ്ടുപിടിച്ച പൊട്ടിത്തെറിയാണ് കുറച്ചു മുമ്പ് കഴിഞ്ഞത്. അടുക്കളയിലെ പാത്രം തേച്ചു വെളുപ്പിക്കുന്നതിനോടൊപ്പം തൻ്റെ മനസ്സും കൂടി തേച്ചു വെളുപ്പിക്കാൻ അവൾ ശ്രമിക്കുകയാണ്. ജീവിതം വെളുപ്പിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല. വിളറി വെളുത്ത നിറമാണ് അയാളുടെ മുഖത്തെ പുഞ്ചിരിയിൽ ഈയിടെ പ്രകാശിച്ചു നിൽക്കുന്നത്. അടുക്കളയിലെ ശബ്ദത്തിൻ്റെ വ്യതിയാനം ഇടയ്ക്ക് കൂടിയ തോതിൽ കേൾക്കുന്നുണ്ട്. കെട്ടിക്കാറായവളുടെ മകളുടെ നോർത്ത ആരോടൊന്നും പറയാതെ എല്ലാം സഹിച്ചു ജീവിക്കുന്നത്. അല്ല, പോയിട്ടും മാലയിട്ട് സ്വീകരിച്ചിരുത്താൻ അവിടെ ആരുമില്ല. സ്നേഹിച്ച ആളോടൊപ്പം ഇറങ്ങിപ്പോരുമ്പോൾ അവർ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഗതി പിടിക്കൂലാന്ന്. എന്നിട്ട് പോയി സ്വയം തോക്കണോ? ജോഷി കണ്ണും ചെവിയും ഉള്ളിലേക്ക് സങ്കോചിപ്പിച്ചു. ഒന്നും കാണാനും വയ്യ, കേൾക്കാനും. പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് കൊടുക്കുന്ന എത്രാമത്തെ വാക്കാണിത്? ഒരു തവണ പോലും പാലിക്കാൻ തനിക്ക് ആവുന്നുമില്ല. ഭാര്യയുടെ പക്ഷത്താണ് എങ്കിലും ഇത്തരം ഒരു അവസ്ഥ വളരെ ഭീതി തന്നെ. നിങ്ങൾ വല്ലതും കേൾക്കുന്നുണ്ടോയെന്ന്? എനിക്ക് എന്താ ഒരു കുറവ്? എനിക്കില്ലാത്ത എന്താണ് അവൾക്ക് കൂടുതലുള്ളത്? കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട. ഭൂമിയോളം താഴ്ന്നിരുന്നെന്ന് കരുതി ഇങ്ങനെയുണ്ട് ആൾക്കാർ. ശ്രീവിദ്യ പോയി കഴിഞ്ഞപ്പോൾ ഒരിത്തിരി ഉമിനീര് അതൊന്ന് പ്രയാസത്തോടെ ഇറക്കി ദീർഘമായി ശ്വസിച്ചാണ് അയാൾ അവിടെ ഇരുന്നത്. തൻ്റെ മൗനങ്ങൾ ഏറ്റുപറച്ചിലിൻ്റെ മറ്റൊരു ഭാഷയാണ്. അല്ലാതെ എന്താണ് താൻ അവളോട് പറയുക?
തുടക്കത്തിൽ ഉലച്ചിലുകൾ ഇല്ലാത്ത ഒരു പരസ്ത്രീ ബന്ധമായിരുന്നു തൻ്റേത്. സഹതാപം സൗഹൃദമായി മാറുമ്പോൾ പിന്നീട് ആ സൗഹൃദം പ്രണയമായി പരിണമിച്ചു. അതിന് ഔഹിതം എന്ന പൊതുനാമവുമിട്ട് ആനന്ദത്തിൽ ആറാടിയ ജീവിതം എത്ര പെട്ടെന്നാണ് തകിടം മറഞ്ഞു പോയത്. വാടകയ്ക്ക് ഒരു ഹൃദയം അവൾക്ക് വേണമായിരുന്നു. പിന്നെ ആ ഹൃദയത്തിൻ്റെ ഓട്ടയുള്ള കീശയിൽ നിന്നും കുറേ കാശും. തുടക്കത്തിൽ സഹതാപത്തിൻ്റെ പേരിൽ ഒഴുകിയ കാശിൻ്റെ അളവും തൂക്കവും അവളുടെ ആർത്തി അനുസരിച്ച് കൂടാൻ ആരംഭിച്ചു. പിന്നെ ഭീഷണിയായി. ഇപ്പോൾ കരുണയില്ലാത്ത കാമുകിയിൽ അപമാനം ഭയന്ന് കുടുങ്ങിക്കിടക്കേണ്ട വികാരാവസ്ഥ. മാനക്കേട് ഭയന്ന് ഇരുധ്രുവങ്ങളുടെ മധ്യത്തിൽ അലസതയോടെ അലയേണ്ട അവസ്ഥ. പുരുഷൻ ഉള്ളിലൊളിപ്പിച്ച ആരും കാണാത്ത കണ്ണീരിൻ്റെ ഉപമേയത്തിന് ഇവിടെ കവികളും കവിതകളും അപൂർവം. അയാൾ ഓർക്കുകയായിരുന്നു. പുറമെ താൻ ഒരു പ്രതിമയാണിപ്പോൾ, ക്രൂരനായ പ്രതിമ. ഹൃദയം കല്ലായ അനങ്ങാത്ത പ്രതിമ. കല്ലിൽ തീർത്ത ഹൃദയം ചുമക്കുന്ന പ്രതിമകളുടെ ഉള്ളറകൾ ആർക്കും കാണേണ്ടല്ലോ. അവരുടെ ഹൃദയത്തിന് ഒരു വലിയ കല്ലിൻ്റെ ഭാരം തന്നെയാണിപ്പോൾ. അവൾ ഇപ്പോഴും അവളുടെ ശരികൾ വാദിച്ചുകൊണ്ടിരിക്കുന്നു. താൻ തന്നെ ന്യായീകരിക്കുന്നില്ല. തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. തെറ്റിലെ ശരിയും തെറ്റും വേർതിരിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ. വാക്കുപാലിക്കാൻ കഴിയാത്ത വിങ്ങിപ്പൊട്ടലിൽ ഒരു സുപ്രഭാതം കൂടി പൊട്ടിവിടർന്നു. കഥ അവസാനിച്ചു. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നന്ദി.